വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പ്യുവറായിട്ടുള്ള ഒരു ക്യാരറ്റ് ക്രീം വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സിൽ ക്യാരറ്റ് ക്രീമും ക്യാരറ്റ് ഓയിലൊക്കെ തയ്യാറാക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് നമ്മളെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞ രീതിയിലാണ് ഞാനിവിടെ ക്യാരറ്റ് ക്രീം തയ്യാറാക്കിയിട്ടുള്ളത്. ക്യാരറ്റ് ക്രീം എല്ലാവർക്കും, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും അതുപോലെ തന്നെ സൺസ്ക്രീമായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾ നിറം വയ്ക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ഫേസിലും സ്കിന്നിലും ഒക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, അതുപോലെ ഫേസിലുണ്ടാകുന്ന റിങ്കിൾസ്, പിഗ്മെൻറ്റേഷൻ, മുഖക്കുരു വന്നതിൻ്റെ പാടുകളൊക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ക്യാരറ്റ് ക്രീം. അത് ഇതേ ഒരു മെത്തേഡിൽ തന്നെ ഉണ്ടാക്കിയാലേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 3 ക്യാരറ്റാണ് എടുക്കുന്നത്. 4-5 ക്യാരറ്റ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ എടുക്കുന്നത് 2-3 ക്യാരറ്റാണ് ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഉണ്ടാക്കിയ ക്രീം കുറച്ച് ഇരിക്കുന്നുണ്ട്. കുറച്ചധികം ക്രീം ഞാൻ മുമ്പ് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് ക്രീം പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിക്കുന്നതിനായിട്ടാണ് വളരെ കുറച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ക്രീം തയ്യാറാക്കുന്നതിനായിട്ട് എടുക്കുന്ന ഇത് 3 ക്യാരറ്റാണ്. അത് നന്നായി കഴുകിയതിന് ശേഷം തൊലി കളഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ക്യാരറ്റ് ഇപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്നത് കുറച്ച് 2-4 ദിവസമായി. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ക്രീം തയ്യാറാക്കുമ്പോൾ നല്ല ഫ്രഷ് ക്യാരറ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിക്ക് ആ സമയത്തൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ 2-3 ദിവസമായി ക്യാരറ്റ് ഫ്രിഡ്ജിലിരിക്കുന്നത്. അതിൻ്റെ ഒരു വാട്ടം, ചെറിയൊരു വാട്ടം ക്യാരറ്റിനുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 3 ക്യാരറ്റും നല്ല വൃത്തിയുള്ള പ്ലേറ്റിലേക്ക് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം. പൊടിയൊന്നും പറ്റാത്ത സ്ഥലത്ത് വെച്ചിട്ട് വേണം നമ്മളിത് ഉണക്കാനായിട്ട്. അപ്പോൾ നമ്മളെ ക്യാരറ്റ് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല മൊരുമൊരുപ്പായിട്ട് ഉണങ്ങണ്ട, എന്നാലും അതിലെ ജലാംശമൊക്കെ നന്നായിട്ട് വെയിൽ കൊണ്ടിട്ട് വറ്റിയിട്ടുണ്ട്. ഉണക്കി വെച്ച ക്യാരറ്റ് നമുക്ക് ഇതേപോലെ നല്ല വൃത്തിയുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത് മുങ്ങിക്കെടുക്കാൻ പാകത്തിലുള്ള ശുദ്ധമായ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല മില്ലിൽ നിന്ന് ആട്ടിക്കൊണ്ടുവന്ന വെളിച്ചെണ്ണ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നല്ല കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഷെയ്ക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് 24 hours നമുക്കിത് അടച്ച് സൂക്ഷിക്കണം. ഇതിപ്പോൾ 2-3 ദിവസം അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത്രയും അതിൻ്റെ ക്യാരറ്റിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ കോക്കനട്ട് ഓയിലിലേക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 24 hours ആണ് വെക്കുന്നത്. ഇപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് 24 hours ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതൊരു നല്ല വൃത്തിയുള്ള ബൗളിലേക്ക് ഇതിൻ്റെ വെളിച്ചെണ്ണ മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പ എടുക്കുക. ഇത് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ബൗളിലേക്ക് ഇതിൻ്റെ ഓയിൽ മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കണം. പല ആളുകളും ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊക്കെ ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ പഴയ കാലത്തുള്ള ആളുകളൊക്കെ ഭരണിയിൽ ഈ ക്യാരറ്റ് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഭരണിയിൽ കോക്കനട്ട് ഓയിലാണ് ഇത് തയ്യാറാക്കാറുള്ളത്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും വല്ല സ്കിൻ പ്രോബ്ലംസ്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ തേച്ച് കുളിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ്. നിറമില്ലാത്ത കുട്ടികളാണെങ്കിൽ നിറം വയ്ക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ വലിയവർക്ക് ഫേസിലുണ്ടാകുന്ന കലകൾ, കറുത്ത പാടുകൾ, പിഗ്മെൻറ്റേഷൻ, റിങ്കിൾസ് ഒക്കെ മാറാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഓയിൽ ബൗളിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബൗളിൽ തന്നെ ക്യാരറ്റ് ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അലോവേര ജെല്ലാണ് എടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് ഓയിൽ അധികം കൂടി പോവരുത് കേട്ടോ. അത്യാവശ്യത്തിന് ഒരു ക്രീം പരുവത്തിലാവാൻ പാകത്തിൽ വേണം നമ്മൾ ക്യാരറ്റ് ഓയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. എന്നാലാണ് ഒരു ക്രീം പരുവത്തിലാവുകയുള്ളൂ. വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്യാരറ്റ് ക്രീം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇത് സൂക്ഷിച്ച് വെക്കാം. നമ്മളിപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയതും വളരെ കുറച്ച് ഉണ്ടാക്കിയതും കൊണ്ടാണ് ആ ഒരു കളറിൽ കിട്ടിയത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് തയ്യാറാക്കി വെച്ച ക്യാരറ്റ് ക്രീമാണ്. അതായത് ഞാൻ കുറച്ചധികം ക്യാരറ്റ് എടുത്തിട്ട് ഉണക്കിയിട്ട് 2-3 ദിവസം ചെപ്പിലിട്ട് അടച്ചിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അടച്ച് വെച്ചിട്ട് തയ്യാറാക്കിയതായിരുന്നത്. അതിൻ്റെ ഓയിലിന് നല്ല ഇതിനേക്കാൾ കൂടുതൽ കളർ കിട്ടും. അപ്പോൾ അങ്ങനെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ക്രീമിന് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ.